ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു തോരൻ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇടിച്ചക്ക തോരൻ. ഇപ്പോൾ ഇടിച്ചക്കയുടെ സീസണല്ലേ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഭവമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ഇനി ഇത് ഒറ്റയ്ക്ക് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഇടിച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഞാൻ വെക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നുള്ളൂ. പകുതി ഉള്ളെങ്കിലും കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരുപാടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് മുൻപ് കയ്യിലൊരു ഇത്തിരി ഓയിൽ പുരട്ടി കൊടുക്കാം, കാരണം ഈ ചക്കയുടെ വളഞ്ഞിയൊക്കെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഞങ്ങളുടെ ഇവിടെ ഈ ചക്കയുടെ പശയ്ക്ക് വളഞ്ഞി എന്നാണ് കേട്ടോ പറയുക. എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ പറയാമെന്ന് അറിയില്ല, ഓരോ ഭാഗത്ത് ചിലപ്പോൾ ഓരോ പേരായിരിക്കും. എന്തായാലും ഒരു കോലുപയോഗിച്ച് ഇതിലെ വളഞ്ഞിയൊക്കെ ഒന്ന് കളയട്ടെ. ഇനി ഇതിനെ 4 പീസായി കട്ട് ചെയ്യുക ആദ്യം. ഒരുവിധം ആൾക്കാരൊക്കെ ഇതുപോലെ 4 പീസാക്കിയതിന് ശേഷം ഓരോ പീസ് എടുത്ത് അതിനെ ചെറിയ പീസാക്കിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് പിന്നീടാണ് കട്ട് ചെയ്യുക. ഇതുപോലെ പീസാക്കിയിട്ട് അതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി നുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. പക്ഷെ ഞാനിവിടെ വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ഓരോ പീസിൻ്റെയും തൊലി ഇതുപോലെ മൊത്തത്തിലൊന്ന് കളഞ്ഞെടുക്കുക. അപ്പോൾ പറഞ്ഞ പോലെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പേപ്പർ വിരിച്ച് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനും സാധിക്കും. അതുപോലെ കട്ടിംഗ് ബോർഡിൽ വിളഞ്ഞൊന്നും ആവില്ല കേട്ടോ. ഇനി നമ്മൾ കുമ്പളങ്ങയൊക്കെ നുറുക്കുന്നത് പോലെ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതിന് ശേഷം ഒന്നിച്ച് പിടിച്ച് കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് സമയം പോകാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അരിയാനൊക്കെ മടിയുള്ളവർക്ക് വലിയ പീസാക്കിയിട്ട് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം മാഷർ കൊണ്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. ഇപ്പോൾ കംപ്ലീറ്റ് ഞാനിവിടെ ചെറുതായി തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ തേങ്ങ വേണം. പിന്നെ ഇത് 1/4 കപ്പ് പുഴുങ്ങല്ലരി കഴുകിയെടുത്തതാണ്. ഇതൊന്ന് നന്നായി വറുത്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് വറുത്തെടുക്കാം ആദ്യം. അപ്പോൾ ഇത് ഏകദേശം വറവായിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങനെ അരി വറുത്തതും തേങ്ങയും ശർക്കരയും ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊക്കെ കഴിക്കാറുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അരി വറുത്തതിൻ്റെ സ്മെല്ലും ഈ തേങ്ങയൊക്കെ കണ്ടപ്പോൾ എനിക്കതൊന്ന് ഓർമ്മ വന്നു. ഞാനപ്പോൾ എൻ്റെ ഒരു ഇഷ്ടം നിങ്ങളുമായി ഷെയർ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ അരി വറുത്തത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, എല്ലാം കൂടെ വെള്ളം ചേർക്കാതെ തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും വേണം. രണ്ടും കുറച്ച് അധികം തന്നെ എടുക്കുക കേട്ടോ. നമ്മളിതിൽ വേറെ പച്ചമുളകും മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അപ്പോൾ ഉണക്കമുളക് കൂടുതൽ വേണം. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തതാണിത്. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്ക ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒരു ചൂടായ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും ഉണക്കമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് നിർത്താതെ ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് സ്പെഷ്യൽ ഇടിച്ചക്ക തോരൻ. ചിലപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കുക. ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്.
ഇനി കുറച്ചുകൂടെ സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ടു 1/2 ടീസ്പൂൺ വരെ പെപ്പർ പൗഡർ ഒന്ന് ചേർത്ത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ എപ്പോഴും പറയണ പോലെ തന്നെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത് തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ച് ബൈ. താങ്ക് യു.